ഇന്ന് നമ്മളെ ഗ്രീൻ പീസും മുട്ടയും കൂടി ചിക്കിയിട്ട് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റമില്ലേ, അത് കേട്ടോ ഇവിടെ ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം. കുറച്ച് ഗ്രീൻ പീസേ വേണ്ടൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്ന് കാലത്ത് ഗ്രീൻ പീസ് കറി വെച്ചേന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ, ഈവനിങ്ങിൽ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ അതിനായിട്ട് ആദ്യം സബോള കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സബോളയെ വേണ്ടൂ കേട്ടോ അതിന്. എന്നിട്ട് അതിൽ കറിവേപ്പിലയും ഉപ്പും കുരുമുളക് പൊടിയും ഇടുക. എന്നിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് മുട്ട നല്ലപോലെ ചിക്കി എടുത്തിട്ട് അതിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അതിന് മീതെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രേ വേണ്ടൂ. അപ്പോൾ എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് സബോള അരിഞ്ഞത് നമ്മൾ അതിന് മീതെ ഇട്ട് കൊടുക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ഈവനിങ്ങിൽ കുട്ടികൾക്ക് എന്നല്ല, നമ്മൾ വലിയവർക്കും കഴിക്കാം കേട്ടോ.